കേരളത്തിൽ നെയ്റ്റിയുടെ ബിസിനസ് ഉണ്ടല്ലോ, അതായത് ഈ മാക്സി ഇതിൻ്റെ ബിസിനസ് ചെയ്യുന്നവർ അതല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സാധനം എവിടെ നിന്നാണ് വിലക്കുറവിൽ കിട്ടുന്നത്, നല്ല ക്വാളിറ്റി കിട്ടുന്നതെന്ന്. ഈ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറേ കാണാൻ പറ്റും. അതായത് ചെറിയ പൈസക്ക് 50 രൂപ 60 രൂപ 70 രൂപ ഒക്കെ ആയിട്ട് ഈ സംഭവം മാക്സി കിട്ടാനുണ്ട്, ഈ നൈറ്റി കിട്ടാനുണ്ട്. അപ്പോൾ പലരും പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, പലരും പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കാറുണ്ട്. അതായത് ഞാൻ കൊടുവായൂരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നൈറ്റിയുടെ. ഇപ്പോഴും കുറേ പേര് കോൺടാക്ട് ചെയ്യാറുണ്ട് ആ വീഡിയോ കണ്ടിട്ട്, നൈറ്റിയുടെ ഒരു ഷോൾ നൈറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും നൈറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിട്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിലുള്ള കാര്യം ഞാൻ പറയാം. അതായത് ഞാൻ മുമ്പ് പല മാർക്കറ്റുകളിൽ പോയിട്ടുണ്ട്, പക്ഷേ നൈറ്റിക്ക് വേണ്ടിയിട്ടല്ല, ചെരുപ്പ് അതല്ലെങ്കിൽ മറ്റു ഡ്രസ്സുകൾക്ക് വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ വീഡിയോ ചെയ്യാനായിട്ടായിരുന്നു പോയിട്ടുള്ളത്. പിന്നെ നൈറ്റിക്ക് വേണ്ടി പോയത് ഞാൻ ഈറോഡ് പോയിട്ടുണ്ടായിരുന്നു. ഈറോഡ് അതുപോലെ കുറച്ച് സ്ഥലങ്ങളിലാണ് പോയത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റി, അതായത് റെഡിമെയ്ഡ് നൈറ്റി എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുന്നേക്കാൾ നല്ലത്, അതായത് കേരളത്തിന് പുറത്ത് പോകുന്നേക്കാൾ നല്ലത് കേരളത്തിനകത്ത് മാത്രം പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ എവിടെയായാലും ഈറോഡ് അതിരിപ്പൂർ അതെല്ലാം എവിടെ പോയി കഴിഞ്ഞാലും അത് അവിടത്തേതായ ഒരു സ്റ്റൈലിലാണ് അവർ അത് മാനുഫാക്ചർ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കൈ ആയാലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡിസൈൻ ആയാലും മൊത്തത്തിൽ അത് അവിടുത്തെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഡിസൈനിലാണ് ആ സംഭവം മാക്സി അവിടെ വരുന്നത്. നേരെ മറിച്ച് കേരളത്തിലെ നൈറ്റികൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മുടെ ഷോപ്പുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ എനിക്കിത് അറിയില്ലായിരുന്നു, ഞാൻ അങ്ങനെ പോയിട്ട് കണ്ടൊരു കാര്യമാണ് പറയുന്നത്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ പാലക്കാടുള്ള കൊടുവായൂർ ഭയങ്കര വിലക്കുറവാണ്. പക്ഷേ ക്വാളിറ്റി അതിനുള്ള ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. വില കുറയുന്നതിനനുസരിച്ചിട്ട് ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ എല്ലാ വിലയിലുള്ള നൈറ്റുകളും അവിടെ കിട്ടുന്നുണ്ട്. അവിടെ ഒരുപാട് ഷോപ്പുകൾ നൈറ്റിക്ക് വേണ്ടി തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്. നൈറ്റിയിൽ തന്നെ എല്ലാ വെറൈറ്റികളും അവിടെ ഉണ്ട്. അതുകൂടാതെ ഇപ്പോൾ കോഴിക്കോട് അതല്ലെങ്കിൽ എറണാകുളത്ത് അതല്ലെങ്കിൽ തൃശ്ശൂർ പിന്നെ ഒരുവിധ എല്ലാ ജില്ലകളിലും വരുന്നുണ്ട്. ഹിന്ദിക്കാരുടെ ഷോപ്പ് വരുന്നുണ്ട്, മലയാളീസിൻ്റെ ഷോപ്പുണ്ട്, ഒരുപാട് ഷോപ്പുകളെല്ലാം വരുന്നുണ്ട്. ഇല്ലെന്നല്ല പറഞ്ഞത്. ഹിന്ദിക്കാരുടെ ഷോപ്പിലാകുമ്പോൾ ഇവർ മെറ്റീരിയൽ ഡയറക്റ്റ് കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സംഭവം ചെയ്യുന്നുണ്ട് ഇവിടെ നാട്ടിൽ. അത് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നതാണോ സ്റ്റിച്ച് ചെയ്ത് വരുന്നതാണല്ല. പക്ഷെ നമുക്ക് നാട്ടിൽ അതായത് ഇപ്പോൾ ഒരു വിധം ഷോപ്പുകളിലും ട്രെൻഡിങ്ങിൽ വിറ്റുകൊണ്ടിരിക്കുന്ന നൈറ്റുകൾ അതല്ലെങ്കിൽ വിൽക്കാൻ പറ്റുന്ന നൈറ്റുകൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. അതായത് കൊടുവായൂരത്തെ കാര്യം പറഞ്ഞു, കൊടുവായൂരത്തെ വില വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ വിലക്ക് ഇവിടെ കിട്ടുന്നില്ല കേട്ടോ. ഇപ്പോൾ തൃശ്ശൂരായാലും കോഴിക്കോടായാലും എറണാകുളത്തായാലും കൊടുവായൂരത്തെ വിലക്ക് നൈറ്റ് കിട്ടുന്നില്ല. പക്ഷേ അവിടത്തേക്കാൾ വെറൈറ്റി മോഡലുകളും കുറച്ചുകൂടെ ഡിസൈനും എല്ലാം വ്യത്യാസമുള്ള ഐറ്റംസ് കിട്ടുന്നുണ്ട് ഈ പറയുന്ന സ്ഥലങ്ങളിൽ. അപ്പോൾ ഞാൻ ഈ നൈറ്റ് ഐറ്റംസ് വാങ്ങാൻ വേണ്ടി പോയ എൻ്റെ എക്സ്പീരിയൻസിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്ത് പോകുന്നതിനേക്കാൾ ബെറ്റർ നൈറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കേരളത്തിനകത്ത് തന്നെ മേടിക്കുന്നതാണ്. മെറ്റീരിയലിനായിട്ടാണെങ്കിൽ പുറത്ത് പോകാം, അതല്ലെങ്കിൽ ഓർഡർ ചെയ്തിട്ടായാലും ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടായാലും വരുത്താൻ പറ്റും. അതിവിടെ വരുത്തുന്നവരുണ്ട്. പക്ഷേ നെറ്റ് മേടിക്കാനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒന്നില്ലെങ്കിൽ കോഴിക്കോടോ അതല്ലെങ്കിൽ എറണാകുളത്തോ പിന്നെ തൃശ്ശൂരോ അതെല്ലാം പാലക്കാടോ അല്ല ഏത് നിങ്ങളുടെ ജില്ല വെച്ചാൽ അവിടുത്തെ ലോക്കൽ മാർക്കറ്റ് നോക്കിയിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഇപ്പോൾ ഏതായാലും തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ ടൗണിൽ തന്നെ കുറേ ഹോൾസെയിൽ ഷോപ്പ് ഉണ്ടാവും. അതെല്ലാം എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ വരുന്നുണ്ട്. അത് നോക്കിയിട്ട് കമ്പയർ ചെയ്ത് മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ചെറുകിട കച്ചവടക്കാരുടെ കാര്യമാണോ പറഞ്ഞത്. ബൾക്കായിട്ട് എടുക്കുന്നവരുണ്ട്, അതായത് സൂറത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ബൾക്കായിട്ട് എടുക്കുന്നവരുണ്ട്. അതെന്ന് പറഞ്ഞാൽ അത്രയധികം ബിസിനസ് ചെയ്യുന്നവർക്ക് അത് ലാഭമുള്ളത്. കാരണം അവിടെ പോകുന്ന എക്സ്പെൻസ് ആയാലും മാത്രമല്ല അവിടെ എക്സ്പീരിയൻസ് വേണം അവിടെ പോയിട്ട്. അതായത് ഒരു പരിചയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ അവിടെ പറ്റിക്കപ്പെടൽ കുറച്ച് കൂടുതലാണ്. നോർത്തിലൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പറ്റിക്കലിൻ്റെ അങ്ങേയറ്റാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തിലിപ്പോൾ തമിഴ്നാട് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ അവിടെയൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ നോർത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിനെ പറ്റിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കൂട്ടി പോവുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും ഒരാൾ കൂട്ടിയിട്ട് പോവുക. എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൂട്ടിയിട്ട് പോവുക. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മാക്സി നൈറ്റി ഐറ്റംസ് എടുക്കാൻ എനിക്ക് കണ്ടതിൽ ബെറ്റർ ഇപ്പോൾ തമിഴ്നാടോടൊക്കെ പോകുന്നതിനേക്കാൾ ബെറ്റർ നമ്മൾ കേരളത്തിൽ തന്നെ എടുക്കുന്നതാണ്. പിന്നെ ഞാൻ ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാൽ ഞാൻ നൈറ്റ് എടുക്കാൻ പോകാറുണ്ടായിരുന്നു, വേറെ ടീമിലൂടെ പോകാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് മാത്രം ഷെയർ ചെയ്താണ് ഈ വീഡിയോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയാം. അതുകൂടാതെ നിങ്ങൾ എവിടെ നിന്നാണ് നൈറ്റൊക്കെ ഹോൾസെയിലായിട്ട് വാങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അതിൽ ഹെൽപ്പ് ആവും. ഓക്കെ.